I would like to work with NASA and get settled in USA. Oh, is it? Same here, but in Silicon Valley. നാളെ തോന്നാ നിക്കടെ കേക്കട്ടെ. ഞാൻ പ്ലസ് ടു കഴിഞ്ഞാൽ ബിടെക് ഇൻ IIT, then MIT. MIT is my first preference, but മമ്മിക്ക് കാനഡയിൽ സെറ്റിൽ ആവുന്നതാ ഇഷ്ടം. ഓ വാവ്. അവിടെ ചാള ഒന്ന് വന്നാങ്ങട്ടെ. ഒറ്റ മിനിറ്റ്, ഞാൻ വീട്ടിലോട്ടൊന്ന് വിളിക്കട്ടെ. ഹലോ മമ്മി, ആനനെ മാറ്റി കെട്ടിയോ? ആ വെരി ഗുഡ് വെരി ഗുഡ്. എന്ത് ഇന്നത്തെ തീറ്റയാ? അത് നമ്മളെ എസ്റ്റേറ്റിന് 2 തെങ്ങ് പറിച്ചു കൊടുത്താള്. ആ ശരി ശരി, ഇനി പോവാ വാ. ആ ശരിക്കൊക്കെ എന്തൊക്കെ പ്ലാനാടാ, ഞെട്ടിപ്പോയി ഞാൻ. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പേരുടെ എന്താ? ഞാൻ ലോഡിങ്ങിന് പോവും, ചാച്ചൻ ലോഡിങ്ങല്ലേ പണി. അല്ലെങ്കിൽ ഈ അമേരിക്കയ്ക്കൊന്നും ഞാനില്ല. നമ്മളെ നാട്ടിൽ നമ്മളെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ കൂടെ ജീവിച്ച് കാണിക്കലടാ തഗ്. വാ എടാ സുബോധേ, നമുക്ക് മാത്രം എന്താണെന്ന് സെറ്റ് ആവത്ത്? നമുക്കൊക്കെ വല്ല കുഴപ്പമുണ്ടാ? 10-12 സ്കൂളിൽ പഠിച്ചിട്ട് ഒരു ലൈൻ പോലും ഇല്ലാത്തതിന് വീട്ടുകാരെ കളിയാക്കാൻ തുടങ്ങി. അഖിലേ, അഖിലേ, എന്താ? അഖിലിനെ വിളിച്ചതാ, അഖിലേനല്ല. ഓ ശരി ശരി. അവിടെ ചാളു, എനിക്കൊരു കാര്യം പറയാണ്ട്. എന്താടാ? അന്ന് അമ്പലത്തിൽ വെച്ചിട്ട് ആ കൈ നോക്കണ അമ്മച്ചി പറഞ്ഞില്ലേ, അത് സത്യടാ. എന്ത്? ഒരു പെൺകുട്ടിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടാന്ന്. ആർക്കടാ? ആ അമ്മച്ചി പറഞ്ഞ പെൺകുട്ടി കല്ലുവെന്ന് തോന്നുന്നു. എങ്ങനെ മനസ്സിലായി? മൊത്തത്തിൽ കല്ലൂരിനോടുള്ള പെരുമാറ്റത്തിൽ എന്തോ ഒരു ഇഷ്ട കൂടുതലുണ്ട്. എന്റെ പൊന്നു ശരു, ഓളെന്നെ ഡാൻസിന് കൂട്ടി കണ്ടിട്ടാണാ? എടാ അതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അടുപ്പാണ് ഇഷ്ടാ. അല്ലെങ്കിൽ പെൺകുട്ടികളെ കണ്ട് സോഷ്യലായാലേ നമ്മൾ പെട്ടെന്ന് ഒരു മാക്സ് ആവാൻ നിൽക്കരുത്. എടാ എനിക്ക് ഉറപ്പാടാ. എന്ത്? ഓൾക്കെന്നെ ഇഷ്ടാന്നാ? അല്ല, എനിക്ക് അവളെ ഇഷ്ടാന്ന്. സുബോധേ, എനിക്കും കല്യാണം ഇഷ്ടാടാ. സത്യം സത്യം. ഈ ലോകത്ത് കല്ലൂർ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി മുതൽ ഇജ്ജാണ് ഒരു ആംഗ്ലേനെ പോലെ ഞങ്ങളെ കൂടെ ഫുൾ ടൈം വേണം. അടുത്ത് ഓളോട് എങ്ങനെയാടാ ഒന്ന് പറയാ? എടാ അനക്ക് ഇന്നലെ പറഞ്ഞോടായിരുന്ന നല്ലൊരു അവസരം കിട്ടിയല്ലേ? എങ്ങനെ പറയണ്ട്? എടാ ഇജ്ജൊരു കാര്യം ചെയ്യ്, പുതിയൊരു സ്റ്റൈലും ഇടി. വെട്ടി തുറന്നൊരു ചോദ്യമാണ് ചോദിക്കാം, ഒരു ഫ്രണ്ട് ആകാനാണോ ലവർ ആകാനാണ് ഇഷ്ടം? ഫ്രണ്ട് ആവാന്ന് പറഞ്ഞാല്? ഫ്രണ്ട് ആവാന്ന് പറഞ്ഞാലും മറ്റേ ലെവൽ ഇഷ്ടമല്ലെന്ന് കരുതാ. അയ്യോ, അപ്പൊ പിന്നെ നമ്മൾ ഐഡിയ മാറ്റി പുറകെ കിടക്കേണ്ടി വരും. പിന്നെ നീ ഇഷ്ടമാണെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിയും ചാടി കയറി ലവർ ആകാന്ന് പറയൂല. നാണിച്ചൊരു ചിരി ഇരിക്കും, ഒരു 1.5 ചിരി. ചോദിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടോ? ഇല്ല. ധൈര്യം സംഭരിക്കണോ? നാളെ സെൻഡ് ഓഫാ. ഓടി നടന്ന് പ്രേം പറയുന്നവരുടെ തിരക്കായിരിക്കും. വേറെ ആരെങ്കിലും ബുക്ക് ചെയ്യണം മുന്നേ ഇപ്പൊ തന്നെ പറയണോ? എടാ കല്ലു, ഇപ്പൊ പറയില്ലേ? ഇപ്പൊ പറയില്ലേന്ന് പറയണ സെറ്റല്ലേ? എന്നാ ധൈര്യം കിട്ടുന്നു. കല്ലു, ഒരു എടാ ചാളു, സുബോധേ, കലവറേന്റെ ചാർജിങ് ഒക്കെ ആണ്. നാളെ കൃത്യം 12 മണിക്ക് മുമ്പ് ബിരിയാണി ചെമ്പെടുത്തിക്കണം. കല്ലു, കേക്കിന്റെ സെറ്റല്ലേ? അതൊക്കെ സെറ്റാ. നാളെ ഉച്ചയാകുമ്പോഴേക്ക് സാധനം ഇവിടെ എത്തും. ബാ, എഴുതേണ്ട മാറ്റർ ഞാൻ കാണിച്ചു തരാം. എടാ ചാളു, പിന്നെ ആ ഫ്ലോട്ട് ഉണ്ടാക്കാൻ വരുന്ന മറ്റേ കുരിശിന് രാത്രി 1/2 ലിറ്റർ വാങ്ങിച്ചങ്ങ് എത്തിച്ചേക്കണം. ഞാൻ പൈസ തരാം. ആടാ ശരി. ശരി കടുവാന്റെ കാറ്റ് പോയാ? എടാ എന്നെ കൊണ്ട് പറ്റും തോന്നില്ലടാ. ഇജ്ജ് എടുക്കട്ടാ, ഞാൻ അഖിലിന് വാട്ടീസിന്റെ ഫണ്ട് വാങ്ങിട്ട് വരാം. എടാ അഖിലേ, എന്താടാ? എന്റെ പൊന്നഖിലേ, ഞാൻ എന്നെ വിളിച്ചല്ല, അഖിലിനെ വിളിച്ചതാ. ഇന്നെ കളിയാക്കുന്നതാണോടാ? ഒന്ന് പോടി അവിടുന്ന്. ദേ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. ഡീ പൊടി എന്നുള്ള വിളിയൊന്നും വേണ്ട. എന്റെ പുറകെ ഒന്ന് ശല്യപ്പെടുത്തിയിട്ട് അഖിലിനെ വിളിച്ചാണ് നമ്പർ അടിക്കുക. ആ പുറകെ കിടന്നതാ, നമുക്ക് പ്രേമിച്ചാലേ. ഫാൻ വെച്ചു പോവാൻ നോക്കാ, പോവാൻ നോക്കാ. ടീച്ചർ ഞങ്ങൾ തമാശക്ക് ചെയ്താന്ന് പറഞ്ഞില്ലേ? തമാശ? അത് സ്കൂൾ പ്രായത്തില് പരസ്യമായിട്ട് നിന്റെ വീട്ടുകാരെ വിളിച്ചോണ്ട് വരട്ടെ, അവരുടെ മുന്നിൽ വെച്ച് ചെയ്യോ ഈ തമാശ? ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ട് തന്നെയാ വരുന്നത്. ഞങ്ങളുടെയൊക്കെ കാലത്തെ ആമ്പിളരെ മുഖത്ത് പോലും നോക്കൂലായിരുന്നു.
വലിയ കാര്യം. ഡാടാ കേട്ടൂട്ടാ, അവന്റെ ഒരു പുച്ഛം കണ്ടില്ലേ, തല തെറിച്ച തലമുറ. ഓ വിട് മാഷേ, അത് അവർക്ക് അതിനുള്ള ബോധമായിട്ടില്ലെന്ന്. മക്കളെ, മോനെ, ഞങ്ങൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ ഈ പറയുന്നത്. നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ തന്നെ ഞങ്ങൾക്കും പങ്കുണ്ട്. നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കലാണ് ഞങ്ങളുടെ പണി. ഓ വലിയ വാർക്ക പണിക്കാര്. ഡാ നീ വരുന്നോ? ആ ഡയലോഗൊക്കെ ഇഷ്ടപ്പെട്ടിട്ടോ? അഖിലേ, ആടാ എടാ അന്നല്ല വിളിച്ചേ, അഖിലേനെ വിളിച്ചാടാ. ചാളു, കല്ല് വരുന്നുണ്ട്, ഞാൻ പറയാൻ പോവാ. നീ ഉപ്പ് പറ, ഞാൻ ഉപ്പ് എടുത്തിട്ട് വരാം. കല്ലൊന്നും വിചാരിക്കരുത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കല്ലു എൻ്റെ ഫ്രണ്ടായിട്ട് കാണാനാണോ ലവറായിട്ട് കാണാനാണോ ഇഷ്ടം? ഇത് പിടിക്കും. അഖില് വരുന്നുണ്ട്, ഞാൻ കുറച്ച് ഡീസൻ്റ് ആവട്ടെ. എടാ സുബോധെ, കള്ളൂടി പരിപാടി പറ്റൂലട്ടാ, ഞാൻ റിപ്പോർട്ട് ചെയ്യും. അയ്യോ, അതെനിക്കല്ല, ഫ്ലോട്ട് ആർക്കായാലും ഇത് സ്കൂളല്ലേ, മോശമായി പോയി. അത് പക്ഷേ നമ്മളോട് ദേഷ്യണ്ടാ, നമ്മളോടെ കുരുത്തക്കാടെല്ലാം കാട്ടിയതുകൊണ്ട്. ഛേ, എന്താടാ, നിങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. ഹെൽമെറ്റ് ഉണ്ടായിരുന്നുണ്ട് സെക്കൻഡ് രക്ഷപ്പെടാൻ സാധ്യത. പക്ഷെ പെണ്ണിന്റെ കാര്യം പോക്കാ, തലയിടിച്ചല് വീണ. എന്താ പറയാ, നിനക്ക് ധൈര്യം വന്നാ? വന്ന് നാളെ ഞാൻ എന്തായാലും ചോദിക്കും. നാളെ ചോദിച്ചു, പിന്നെ ജീവിതത്തിൽ അവസരം കിട്ടിയെന്ന് വരൂല. എടാ ഡാൻസ് കൊള്ളാവോ? എടാ ശരി, ജീവിതം വലുത്, ഡാൻസ് അല്ല. ഞാൻ മൊബൈൽ എടുത്ത് നമ്പർ ഡയൽ ചെയ്താ ഇപ്പൊ തന്നെ ചോദിക്കാം. ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ. ധൈര്യം. അവിടെ എടുക്കണില്ലടാ, ഈ വിട്ടോ, നാളെ വിളിക്കാം. ചോദിക്കും. അടപ്പ് ശരി. പോട്ടെ. സുബോധേ, അച്ഛനില്ലേടാ? ഉണ്ടാവും. ഉണ്ടല്ലേ? പ്രകാശ, ഗിരീഷണ്ണ. സഖാവേ എന്തല്ല? നല്ലേനെ സഖാവേ, ഇത്തവണ ഒന്ന് ആഞ്ഞു പിടിക്കേണ്ടി വരും. 10 കൊല്ലായി കിട്ടാത്ത വാടാ ഇത്. ആയിക്കോട്ടെ, എന്താ നമ്മള് കാട്ടൊക്കെ അങ്ങനെ നിക്കുമല്ലോ സഖാവേ. ഒരു തർക്കവും വേണ്ട, ഇപ്രാവശ്യം നമ്മൾ പിടിച്ചിരിക്കും. പടക്കവും പഞ്ചായരുമേലടക്കം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആയിക്കോട്ടെ. എന്റെ പൊന്നു പ്രകാശ, ഇപ്പൊ ഒന്നും വേണ്ട, ചായ കുടിച്ച് മടുത്തു. അങ്ങനെ ആയിക്കോട്ടെ. എന്നാ ശരി മോനെ. ഹലോ ചാളു, മിസ് കോള് കണ്ടിരുന്നല്ലോ. എടാ അത് ഞാൻ വിളിച്ചല്ല, സുബോധന്റെ ഫോണിൽ നിന്ന് വിളിച്ചാ. എന്തു പറ്റി? അതെന്തോ കല്ലിനോട് ഭയങ്കര അത്യാവശ്യമായിട്ട് അവനെന്തോ സംസാരിക്കേണ്ടത്. ഒരു കാര്യം ചെയ്യ്, രാവിലെ സ്കൂളിലേക്ക് അവന്റെ വീട് വഴി ഒന്ന് പോവോ? ഓക്കെ. ഓക്കെ. എടാ മഴ വരുന്നുണ്ടേ, അപ്പൊ ഓക്കെ, ശരി, ബൈ.
മമ്മി ഒരു കട്ടൻ ചായ കിട്ടുവോ? നാളെ എന്തായാലും പറയണം, എന്തായാലും പറയും.